Okay, so hello, hi, my dears. Hello, good evening, good evening. ഒന്ന് ടാറ്റ കാണിച്ചേ. എന്നെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. അമ്പമ്പടാ, എല്ലാവരും കാണുന്നുണ്ടല്ലേ? സോ എന്താണല്ലേ, ഞാനിപ്പോൾ ഇന്നലെ ഇത് ആലോചിക്കായിരുന്നു. ആൻ്റണി സാർ വന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് ഹിന്ദി ക്ലാസ്, ലാസ്റ്റത്തെ ഹിന്ദി ക്ലാസ് ആണ്. അപ്പോൾ ഇനി ഈ മക്കളെയൊക്കെ നമുക്ക് ഇനി 8th ക്ലാസ്സിലേക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നു. ഇല്ലേ? ഷോ, ഇനി നിങ്ങൾ എനിക്ക് 7th കാണാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഇല്ലേ? നിങ്ങൾക്ക് സങ്കടമുണ്ടോ 7th വിട്ടു പോണേന്? ഉണ്ടെങ്കിൽ ടാറ്റ കാണിക്കുക, ഇല്ലെങ്കിൽ ചിരിക്കുക. ഉണ്ട് കുറച്ച് പേർക്കൊക്കെ ഉണ്ടല്ലേ. ഇറ്റ്സ് ഓക്കെ. 8th ഞാൻ തന്നെ ഉണ്ടാവും. നമുക്ക് അലമ്പാം ക്ലാസ്സിൽ കിടന്ന്. ഓക്കെ, നമ്മൾ അലമ്പിരുന്ന് പഠിക്കും. ഓക്കെ ആണല്ലോ തമ്പ് കാണിച്ച്, സ്ക്രീനിൽ ഓക്കെ ആണെങ്കിലും തമ്പ് കാണിച്ച്. യെസ്, നമ്മൾ അങ്ങനെ കുത്തിയിരുന്നൊന്നും പഠിക്കാറുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ അതുപോലെ തന്നെ 8th പഠിക്കുള്ളൂ. ഓക്കെ, പക്ഷേ 8th എനിക്ക് തോന്നുന്നു 2 ബാച്ച് ഉണ്ട്, മോർണിംഗ് ബാച്ച്, ഈവനിങ് ബാച്ച്. മോർണിംഗ് ബാച്ചിലേക്ക് വരുന്ന കുട്ടികൾ ഇങ്ങനെ ഇരിക്കണത്, പകുതി ഉറക്കം എന്നുള്ള രീതിയിൽ. ഈവനിങ് ബാച്ചിലെ കുട്ടികൾ പിന്നെയും നല്ല ജിൽജിലായിരിക്കും. പക്ഷേ ഇവിടെ മോർണിംഗ് ബാച്ച് ആകുമ്പോൾ നമ്മൾ രാവിലെ കഷ്ടപ്പെട്ട് അമ്മ കുത്തിപ്പൊക്കി എഴുന്നേക്കുന്നു, പല്ല് തേക്കാണ്ടി വന്ന് ക്ലാസ്സിലിരിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ചായ കുടിക്കുന്നു, ബിസ്ക്കറ്റ് കഴിക്കുന്നു. സോ അങ്ങനത്തെ കുറേ ചേഞ്ചുകൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ എന്നാൽ കൂടി നമ്മുടെ ആ ഒരു ജിൽജിൽ 7th നിങ്ങൾ കാണിച്ച ആ ഒരു ജിൽജിൽ നിങ്ങൾ ഒരിക്കലും എവിടെയും കളയരുത്. ഓക്കെ ആണെങ്കിലൊന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിലൊന്ന് ടാറ്റ കാണിച്ചേ. യെസ്, പെർഫെക്റ്റ്. അപ്പം ഇന്ന് എക്സാം ഉണ്ട്, അറിയാലോ അല്ലേ? എക്സാം ഉള്ള കാര്യം അറിയാം, എല്ലാവർക്കും അറിയാം. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ എഴുതൂലേ, നമ്മൾ അടിപൊളിയാണെന്ന് നമുക്കറിയാലോ അല്ലേ? ആണെങ്കിലും ഒന്ന് തമ്പ് കാണിച്ച്, സ്ക്രീനിൽ ചിരിച്ചിട്ടും തമ്പ് കാണിച്ച്. യെസ്, നമ്മൾ സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റത്തെ യൂണിറ്റ് ആണ്. ലാസ്റ്റത്തെ യൂണിറ്റ് ഞാൻ പറഞ്ഞ പോലെ അത് എക്സാമിനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ റിവൈസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് ലാസ്റ്റത്തെ യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് എല്ലാവരും പഠിക്കുന്ന ബുക്കുകളൊക്കെ ഒന്ന് മാറ്റി വെക്കാം, കുറച്ച് നേരം ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും ഉഷാറല്ലേ? ഉഷാറാണെങ്കിൽ ഒന്ന് നല്ലോണം ടാറ്റ കാണിച്ച് ഒന്ന് കൈയൊക്കെ ഒന്ന് വിടർത്തിയേ. അങ്ങനെയെങ്കിലും ഒന്ന് കൈ വിടർത്തിയേ. കമോൺ, ഇത് വിടർത്താത്ത ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചു സാറേ. കൈ വിടർത്താത്ത ആൾക്കാർ. ഡാനിഷ എന്താണ് ഡാനിഷേ? ഇത് മോർണിംഗ് ബാച്ച് അല്ലല്ലോ. ഡാനിഷ കൈ വീശു. ഓക്കെ, 1 2 3. നമ്മളിങ്ങനെ പണ്ട് സിനിമയിലെ കാണില്ല എന്ന് കാണിക്കുന്ന പോലെ, അതുപോലെ അല്ലേ? അതെ, ഇതാരാണ്? ഹരികൃഷ്ണോയി മാലയൊക്കെ ഇട്ട് വന്നിരിക്കണം, ടാറ്റയും കാണിക്കാണ്ട് ഇടിക്കും ഞാൻ. കാണിച്ച് ഹായ് ഇന്നപ്പോൾ ഗുഡ് ബോയ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എടുത്തിട്ടുണ്ട്. എല്ലാവരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 40 minutes നമ്മൾ കൃത്യമായിട്ടിരുന്ന് പഠിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇരുന്ന് പഠിക്കാം. ഓക്കെ, സോ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ച്, ചിരിച്ചിട്ട് തമ്പ് കാണിച്ച്. അല്ല, റെഡി ഒന്ന് ബല്ലെ കാണിച്ച്, നല്ല പവറോട് കൂടി. കുറേ നാളെ 7th ബല്ലെ കണ്ടിട്ട്. കമോൺ ബല്ലെ. ഓക്കെ, റെഡി അല്ലേ? അപ്പം നമുക്ക് എന്തോ ഇല്ല, പറഞ്ഞോളൂ സർ. ആക്ച്വലി സാറിന് എന്ത് ചെയ്യാണ്? സാറിന് ആക്ച്വലി കൃത്യമായിട്ട് ഡാൻസ് ചെയ്ത് സ്ഥലത്തായിരുന്നു സാറിന് അറിഞ്ഞൂടാ. സാർ എന്നിട്ട് പിന്നെ എന്താ ബംഗാൾ എന്ന് പറഞ്ഞത്? സാറ് പഞ്ചാബിലത്തെ ഡാൻസ്, ഭാംഗ്ര ഡാൻസ് ബംഗാളാണോന്ന്. അത് സാറിന് മാത്രമേ തോന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ സാധനം വരുന്നില്ല. യെസ്, വന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ആണ് പ്രേം കെ സിവ ഓർ കുച്ച് നഹി. സ്നേഹമില്ലാണ്ട് ഒന്നുമില്ല അല്ലേ? പ്രേം കെ സിവ ഓർ കുച്ച് നഹി. എനിക്ക് നിങ്ങളോട് അത് മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നോട്? അത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഒന്ന് ചിരിച്ചേ. എന്നോടും അത് മാത്രമേ ഉള്ളൂ. അതെ, ആദിദേവൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെയാണ്. ഓക്കെ, പക്ക. ആദിത്യനും ചിരിക്കുന്നുണ്ട്. ആദിത്യനൊരു മ്ലാനതയാണല്ലോ ചിരിയിൽ. എന്താണ് ആദിത്യ, പോരെ? ഓക്കെ. അപ്പോൾ പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലാണ്ട് ദേടാ. അതാരാണത്? മാധവേ. എന്താണത്? ഒരെണ്ണം എനിക്കെന്തായോ? ചോക്ലേറ്റ് ആണോ? മരുന്നാണോ? ദൈവം, എനിക്ക് വേണ്ട. സോറി, മരുന്നാണെന്ന് ഞാൻ അറിഞ്ഞില്ലടോ. ഓക്കെ, അപ്പം നമുക്ക് പോവാം. പ്രേം കി സിവ ഓർ കുച്ച് നഹിയിൽ നമ്മുടെ ഓഥർ ആദ്യം ഒരു കഥ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. എല്ലാവരും കഥ കൃത്യമായിട്ട് കേട്ടിരിക്കാം. ഇനി മൊബൈലൊന്നും കൈവയ്ക്കരുത്. എല്ലാവരുടെ കൈ ഇങ്ങനെ ഇരുന്നോട്ടെ. എല്ലാവരുടെയും കൈ ശ്രദ്ധിച്ച് കഥ കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഓഥർ അല്ലെങ്കിൽ നമ്മുടെ കഥ എഴുതിയ ആൾ ആരാണ്? കഥ എഴുതിയത് ആര് പറയും? ആരാണ് ഈ ഒരു കഥ എഴുതിയ ആള്? തിരിക്കാണ്ട് നിങ്ങൾ ശ്രമിച്ചു നോക്ക്, നിങ്ങൾക്ക് അത് കിട്ടും. അത്ര ബുദ്ധിമുട്ടുള്ള പേരാണോ? അല്ല. ആണോ? ആണ്. യെസ്, തെരേസ.
യെസ്, അന്ന തെരേസനെയാണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അന്ന തെരേസ, കമോൺ. ആരാണ് റൈറ്റർ? അല്ലയാണല്ലോ, വേണ്ടല്ലോ വേണ്ടല്ലോ. യെസ്, അല്ല, പറഞ്ഞോളൂ. ജസീന്ത. അപ്പൊ നമുക്കൊരു ആരോ കൃഷ്ണദാസ് ആണെന്ന് തോന്നുന്നു അല്ലേ? കൃഷ്ണദാസ് വന്ന് പേരിട്ടു പിസ്താന്ന് അല്ലേ? ഓർമ്മയുണ്ടോ? ജിസ്താന്ന് പേരിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു പിസ്ത ഓർമ്മയുണ്ടോ? ആ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചെല്ലാരും. ഓർമ്മയുണ്ട് കൃഷ്ണദാസ് പറഞ്ഞ ആ ഒരു ജോക്കില്ലേ? അടിപൊളിയായിരുന്നില്ല അത്? ടീച്ചറെ പേരാണ് ജിസ്ത. അപ്പൊ ഞാനിവിടെ കേട്ടത് പിസ്ത എന്നായിരുന്നു. ഓക്കെ, മറ്റേ പിസ്ത സുമാക്കിറ സോമാരിജമാക്കിറായ മറ്റേ സംഭവം അല്ലേ? ഓക്കെ, കൃഷ്ണദാസ് ചിരിക്കേണ്ട അവിടെ ഇരുന്നത്. ദേടാ കണ്ട് കൃഷ്ണദാസേ കൊള്ളാട്ടെ നീ. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ജസീന്ത ബാക്കി ഒരു പേരുണ്ടല്ലോ, അത് ആർക്കാ കിട്ടാത്തത്? അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ പറയാൻ. ആര് പറയും? ജസീന്ത. ബാക്കി അടുത്ത പേര് ഒരു രക്ഷയില്ലാത്ത പേരാണ്. യെസ്, വിവിൻ, പറഞ്ഞോളൂ. കർക്കേട്ട്. ക്രിക്കറ്റ് എന്ന് പറയാത്തത് ഭാഗ്യം. കേർക്കെട്ടേറ്റ് എന്നാണ് അതിന്റെ പേര്. പക്ഷെ അത് കുഴപ്പമില്ല, ജസീന്ത നിങ്ങൾ പഠിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ബിക്കോസ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഇനി റൈറ്റേഴ്സിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. ജസീന്ത എന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പുത്തി എന്ത് ചെയ്യാൻ പറ്റും? ടിക്ക് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പവുമില്ല. ഓക്കെ ആണല്ലോ? ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിലും ഒന്ന് ടാറ്റ കാണിച്ചേ. കമോൺ. യെസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ജസീന്ത ഇപ്പോൾ ഒരു ലൈനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു മെഡിസിൻസ് വാങ്ങുന്ന ഒരു ലൈനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലൈനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏറ്റവും അവസാനം എത്തുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് 20 രൂപ കുറവാണ്, കാശ് കൊടുക്കാനില്ല, 20 രൂപ കുറവാണ്. അപ്പോൾ ആൾ എന്ത് ചെയ്യും? കുറേ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ലൈൻ ഭയങ്കര വലുതാണ്. അപ്പോൾ ഈ ആൾക്കാർ, പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഈ ഒരു മരുന്ന് വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? പെട്ടെന്ന് അയാളോട് മാറാൻ പറ, എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം കയറുന്നുണ്ട്. അപ്പോൾ അവസാനം ആകുമ്പോൾ എന്താവുന്നുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട് ഈശ്വരൊന്നുമില്ല. അപ്പോൾ ജസീന്ത നമ്മുടെ റൈറ്റർ എന്ത് ചെയ്ത് കൊടുക്കും? തൻ്റെ പോക്കറ്റിൽ നിന്ന് അല്ലെ തൻ്റെ അടുത്ത് നിന്ന് 20 രൂപ എന്ത് ചെയ്യും? കൊടുക്കും. അതായത് ആ ഒരു പോയിന്റിൽ ഒരാൾ പോലും ആ ആളെ, അതായത് പൈസയ്ക്ക് ആവശ്യമുള്ള ആളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജസീന്ത അദ്ദേഹത്തിനെ സഹായിച്ചത് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടാണോ? അല്ല, അദ്ദേഹത്തിന് അറിയൊന്നുമില്ല ജസീന്തയ്ക്ക്. പക്ഷെ എന്നാലും നല്ലൊരു ഒരു ഒരു ഇംപ്രഷനാണല്ലോ അവിടെ നമുക്ക് കാണാൻ പറ്റിയത്. എന്താണ്? ജസീന്ത നല്ല അടിപൊളിയായിട്ട് അദ്ദേഹത്തിനെ സഹായിക്കുന്നു, ഒരു കുഴപ്പമില്ല, സാറില്ല, നിങ്ങൾ ഈ പൈസ എനിക്ക് തരണ്ട എന്ന് തന്നെ എന്ത് പറയുന്നുണ്ട്? ജസീന്ത കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ സഹായിക്കാനുള്ള ഒരു മനോഭാവമാണ് ആരുടെ? ജസീന്തയുടെ. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തും ഒരാളെ സഹായിക്കുക എന്നുള്ള ഒരു പോയിന്റിൽ ആര് വിട്ടില്ല? ജസീന്ത വിട്ടില്ല. ബിക്കോസ് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ 20 രൂപ പിടിച്ചോളൂ, എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്റ്റോറി ജസീന്തയുടെ സിസ്റ്ററിൻ്റെ ആണ്. ഓർമ്മയുണ്ടെങ്കിൽ ഡാറ്റയാണ്. ജസീന്തയുടെ സിസ്റ്ററിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത്. സിസ്റ്ററിൻ്റെ സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ സിസ്റ്റർ ഇതുപോലെ ഫോട്ടോ കോപ്പി എടുക്കാൻ പോയി. അപ്പോൾ ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞ് 2 രൂപയായി. 2 രൂപ ആളുടെ അടുത്തില്ല. അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് അത്രയും കാശില്ല, എനിക്ക് അവിടെ പോയി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫോട്ടോ കോപ്പി എടുത്ത ആ ആൾക്ക് എന്തോ ഒരു വെല്ലായ്മ, അതായത് കാശ് തരാണ്ട് ഈ കുട്ടി എന്തിനു എടുത്തിട്ട് പോകണമെന്നുള്ളൊരു തിങ്കിങ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഒന്ന് മാറി. അപ്പോൾ ജസീന്ദർ അടുത്ത് നിന്ന ഒരാൾ പറഞ്ഞു, എൻ്റെയും കൂടെ കാശ്, ഈ കുട്ടിയുടെയും കാശുണ്ട്, എൻ്റെയും കൂടെ കാശ് നിന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് കാശ് എടുത്ത് കൊടുത്തിട്ട് ആ കുട്ടി എന്ത് ചെയ്യും? തിരിഞ്ഞു പോകും. അങ്ങനെ എന്താവും? ഭീടെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് കയറിപ്പോവും. പിന്നെ ആൾക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു നന്ദി പോലും, ഒരു ധന്യവാദം കൂടി ആർക്ക് പറയാൻ പറ്റില്ല? ജസീന്ദയുടെ ആ ഒരു സിസ്റ്ററിന് കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് പറയാൻ പറ്റുന്നില്ല, കാശ് കൊടുത്ത് സഹായിച്ച ആളോട്. പിന്നെ കാണുന്ന ഒരു സ്റ്റോറി ജസീന്ദയുടെ ഒരു ആരാധകൻ, റൈറ്ററാണല്ലോ ജസീന്ദ. സോ ജസീന്ദയുടെ ആരാധകൻ അവിടെ ചായ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായ വിൽക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ കപ്പ് ചായ മതി എന്ന് പറയുന്നുണ്ട്. ചോട്ടാ കപ്പ് മേ ചായ ദീജിയെ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്ട്രെസ്സിൽ നിൽക്കുകയാണ്. എന്നിട്ടും ചെറിയ കപ്പ് മതി, ഇത്രയും പെട്ടെന്ന് കുടിച്ചിട്ട് അടുത്ത പണിക്ക് പോകണം എന്നുള്ള രീതിയിൽ ജസീന്ദ നിന്നപ്പോൾ അദ്ദേഹം വലിയൊരു കപ്പ് ചായ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ കപ്പ് ചായ കുടിച്ചോ, എനിക്ക് കാശൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ഇങ്ങനെ നല്ല കാര്യങ്ങൾ, അതായത് നന്മ നിറഞ്ഞൊരു ചാപ്റ്ററാണ് ഈ പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ. ക്ലിയർ ആണെങ്കിൽ ഇതാണ് ഇതിൽ എല്ലാ എലിമെൻസും ഇതിലെന്താണ്? സ്നേഹത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എലിമെൻസ് ആണ് നമുക്കിതിൽ എല്ലാവരും കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ ബഡീസ്? ഓക്കെ അല്ലേ? ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, സർ ഒരു മിനിറ്റ്, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രേം കെ സിവ ഓർ കുച്ച് നഹി കിസ് വിധ കി രചന ഹെ. അപ്പോൾ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യം എന്താണ്? ഈ എഴുതിയ ആളുടെ പേര്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ എന്ത് ജോണറിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ചോദിക്കുക. അപ്പോൾ നമുക്കറിയാം ഇതൊരു സ്റ്റോറി അല്ല, ഇതെന്താണ്? ഇതൊരു ഡയറി ആണ്. നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ച് അങ്ങോട്ട് പോയിക്കോളൂ. ഓക്കെ, ഇപ്പം തന്നെ പഠിച്ച് പോയിക്കോളൂ.
എന്താണ് പ്രേം കെ സിവ ഓർ കുച്ച് നഹി കിസ് വിധ കി രചന ഹേ എന്ന് ഞാനോ അതുപോലെ തന്നെ ആഷിഖ് സാറോ ആരെങ്കിലും സജിത് സാറോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ആൻസർ എന്താണ്? ഒന്ന് സ്വന്തം പറഞ്ഞു നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ ചോദിക്കുകയാണ്, കണ്ണടച്ചോ? എല്ലാവരും കണ്ണടച്ചോ? ഞാൻ ചോദിക്കണ ചോദ്യം, കണ്ണടച്ചോ? എല്ലാവരും കണ്ണടച്ചോ? കൃഷ്ണദാസ് കണ്ണ് മിഴിച്ചു. അപ്പോൾ കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ണടച്ചോ? ഓക്കെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പ്രേം കെ സിവ ഓർ കുച്ച് നഹി കിസ് വിധ കി രചന. എല്ലാവരും കണ്ണടച്ച് പറഞ്ഞു നോക്കിയത് എന്താണ്? യെസ്, വെരി നൈസ്, ഡയറി. ഡയറി ആണ്, അതിനെ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്? പ്രേം കെ സിവ ഓർ കുച്ച് നഹി കിസ്നെ ലിഖാ ഹെ, ആരാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ട പേരാണ് ജസീന്ത കേർക്കെട്ടാട്ട്. ഓക്കെ, ജസീന്ത കേർക്കെട്ടാട്ട് എന്നുള്ളൊരു പേരാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കേർക്കെട്ടാട്ട് എന്നുള്ള പേര് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ചോദിക്കുമ്പോൾ ജസീന്ത എന്നെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ജസീന്ത ഓക്കെ അല്ലേ? ജസീന്ത ഈസ് കൂൾ, റൈറ്റ്? കൂൾ അല്ലേ ജസീന്ത? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം ചോദിക്കാം. കണ്ണുകൾ അടച്ചോളൂ, ചോദിക്കാൻ പോവുകയാണ്. പ്രേം കെ തെരേസെ കണ്ണടച്ച്. പ്രേം കെ സിവ ഓർ കുച്ച് നഹി കിസ്നെ ലിഖാ ഹെ, പറഞ്ഞു നോക്കിയേ, സ്വന്തം പറഞ്ഞു നോക്കിയേ. യെസ് യെസ് യെസ്, ജസീന്ത. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 1 ആക്കാം, നമുക്ക് ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. റെഡി? അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം കത്താർ മേ ഖഡേ വ്യക്തി കോ, കത്താർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ അല്ലെങ്കിൽ ലൈൻ. ഓക്കെ, ക്യൂ അല്ലെങ്കിൽ ലൈനിൽ നിന്ന വ്യക്തിക്ക്. ഓക്കെ, കത്താർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ യു ക്യാൻ സേ ക്യൂ. എന്താണ് ഇതിൻ്റെ ആൻസർ? എന്തായിരിക്കും? നിങ്ങൾ സ്ക്രീനിൽ കൈ കാണിക്കാട്ടെ. ഞാൻ പറയുമ്പോൾ 1 2 3 എന്ന് പറയുമ്പോൾ സ്ക്രീനിൽ ഓപ്ഷൻസ് കാണിക്കും. 1 2 3 4 നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. എന്താണ്? കത്താർ മേ ഖഡേ വ്യക്തി കോ എന്തായിരുന്നു വേണ്ടത്? യെസ്, എന്താണ് സാർ എല്ലാവരും കാണിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി സാർ ഒരാളെ വിളിച്ചേ. ആ യെസ്, അശ്വതി. അശ്വതി അൺമ്യൂട്ട് ചെയ്തിട്ടില്ലേ? അവിടെ നിന്ന് ആരോ എത്തി നോക്കുന്നുണ്ട്. അതാരാണത്? ആ കുട്ടി. ഓ, അവളെയും പിടിച്ചിരുത്തിയേക്കാണ്. എൻ്റെ ഈ ക്ലാസ് കണ്ടാൽ ആ കുട്ടി വലുതായി വരുമ്പോൾ ഈ ടീച്ചറുടെ ക്ലാസ്സിൽ ഞാനില്ല, ബാക്കി ഏത് ടീച്ചർ കയറുക അങ്ങനെ വിചാരിക്കുക കുട്ടി. കുട്ടി എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എവിടെ? അതില് ഇല്ലേ? ഓപ്ഷൻ വന്നുണ്ടോ സ്ക്രീനിൽ? അൺമ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരണമെങ്കിൽ ടാറ്റ കാണിച്ച് വന്നുണ്ട്. പിന്നെന്താണ്? ഒന്ന് ക്ലിക്ക് ചെയ്തേ. യെസ് യെസ്, കേൾക്കുന്നുണ്ട്. യെസ്, അശ്വതി എന്താണ് ആൻസർ ഇതിന്റെ? 20 രൂപ. ബാക്കി ആര് വായിക്കും? അതേ കണ്ട ആ കുട്ടി എന്ത് ഹിന്ദി ഇൻഫ്ലുവൻസ് ഉണ്ട്, ആ കുട്ടി വരെ ഹിന്ദി പറയണം. ഇപ്പൊ നോക്കി, എന്താണ്? ഹായ് കുട്ടി, പഠിക്കുന്നുണ്ടോ? അശ്വതി പഠിക്കുന്നുണ്ടോ? ഇരുന്ന് പിച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ നിന്ന് പറന്ന് ദേഷ്യം പഠിക്കുന്നുണ്ട്. എനിക്ക് അതെ, അശ്വതി പിച്ചിനുണ്ട് സൈഡിൽ. കണ്ട ഒരു കൈ മിസ്സിങ് ആയിരുന്നു ഇത്രയും നേരം. ഒരു കൈ ആ കുട്ടിയുടെ തൊടയിലായിരുന്നു ഇത്രയും നേരം. പിച്ചിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ അശ്വതി? അതേന്ന് ടാറ്റ കാണിക്കണ്. ഓ അശ്വതി വിട്ട്. ഓക്കെ അശ്വതി, അപ്പോൾ തന്നെ വായിച്ചേ. 20 രൂപയ ചാഹിയേ ഥാ. ഓക്കെ, അദ്ദേഹത്തിന് 20 രൂപ വേണമായിരുന്നു. അതാണ് ആ ഒരു ക്യൂവിൽ ഉണ്ടായിരുന്ന ആൾക്കുണ്ടായ ഏക പ്രശ്നം. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ. ഫോട്ടോ കോപ്പി ലേനെ കാ പൈസ ആരുടെ അടുത്താണ് ഉണ്ടാവാണ്ടിരുന്നത്? യെസ്, അടുത്തൊരാളെ വിളിച്ചേ സർ. ഫോട്ടോ കോപ്പി യെസ്, അതാരാണ്? ആംസ്റ്റൽ ആണോ? അത് തന്നെ, ആംസ്റ്റൽ ആണ്. യെസ്, ഫോട്ടോ കോപ്പി ലേനെ കാ പൈസ എന്തായിരുന്നു ആൻസർ? ഫസ്റ്റത്തെ ആണ്. ഒന്ന് വായിച്ചേ. ഇനി ഫസ്റ്റത്തെ നീ പറഞ്ഞ ആംസ്റ്റലിന് കൊടുത്തേ. നീയാണ് ആംസ്റ്റല്? അല്ലല്ല, ആംസ്റ്റൽ. അപ്പൊ അനെക്സ് വായിച്ചേ. ഫസ്റ്റത്തെ ഓപ്ഷൻ ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ഫസ്റ്റത്തെ ഓപ്ഷൻ ഒന്ന് വായിച്ചേ. അനെക്സ്. ബഹൻ കെ പാസ് നഹി ഥാ. ഓക്കെ, ബഹൻ കെ പാസ് നഹി ഥാ. ക്ലിയർ ആണല്ലോ? ബഹൻ കെ പാസ് നഹി ഥാ എന്ന് വേണം നമ്മൾ മറുപടി കൊടുക്കാൻ. ഇനി അടുത്തത്, ചായ് കെ ദുകാൻ വാലേനെ. ചായ് കെ ദുകാൻ വാലേനെ എന്തായിരിക്കും?
യെസ്, അടുത്ത ആൾ വിളിച്ചേ സർ. ആ വെരി എടാ എടാ ഇടിക്കുന്ന മിണ്ടാണ്ടിരിക്കടാ. ആ യെസ് പാർത്ഥിവ്. 4. ഇങ്ങനെ എന്നോട് ചോദിച്ചല്ലേ, അങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് ആൻസർ ഇടിക്കുന്നേ. 4ാമത്തെ അല്ലേ? അല്ല എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അല്ല എന്ന് പറഞ്ഞാൽ പെട്ടോയാ? പാസ്. അതെ, അതെ, വെരി ഗുഡ്. ഒന്നുകൂടെ വായിച്ച്, ശ്രദ്ധിച്ച് വായിച്ച്. ഇടിക്കുന്ന പാർത്ഥിവേ. ആ പേസ. ആ മുझसे पैसा न मांगा. ഓക്കെ, എന്നോട് പൈസ ചോദിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സി, ഈ ഒരു 5th യൂണിറ്റ് ഇങ്ങനെ റിവൈസ് ചെയ്യിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബാക്കി എല്ലാ യൂണിറ്റും നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു പോയെങ്കിലും 5th യൂണിറ്റ് സ്പെഷ്യാലിറ്റി ആർക്കെങ്കിലും അറിയോ? 5th യൂണിറ്റ് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്പെഷ്യൽ ആകുന്നതെന്ന് എനിവൺ അറിയോ? അറിയുന്ന ആൾക്കാരൊന്ന് ടാറ്റ കാണിച്ച്. യെസ്, അവിടുത്തെ 8ത്തെ കുട്ടീനെ വിളിച്ച സർ. ആ 8ത്തെ കുട്ടി. യെസ്, ബ്രിറ്റിയോ? പൃഥ്വി. യെസ്, പൃഥ്വി. എന്തുകൊണ്ടാണ് പൃഥ്വി ഈ ഒരു 5th യൂണിറ്റ് ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത് നമുക്ക്? വാട്ട് ഇസ് ദ റീസൺ? അമ്പടി കണ്ട പൃഥ്വി കൊള്ളാല. വെരി ഗുഡ്. ഓക്കെ, യെസ്. സോ എപ്പോഴും ലാസ്റ്റത്തെ യൂണിറ്റ് നമ്മൾ ക്രിസ്മസ് എക്സാമിനോ ഒരു എക്സാമിനോ നമ്മൾ ലാസ്റ്റത്തെ യൂണിറ്റിന് ഫോക്കസ് കൊടുത്തിട്ടില്ല. സോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള യൂണിറ്റ് ഏതാണെന്ന് സ്ക്രീനിൽ കാണിച്ച് കൈ, ഏത് യൂണിറ്റ് ആണെന്ന് കൈ കാണിച്ച് എല്ലാവരും. ഓക്കെ, വെറുതെ ഇരുത്തില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കാണിക്കാനും കാല് കാണിക്കാനൊക്കെ പറയും. യെസ്, വെരി ഗുഡ്. 5th യൂണിറ്റ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോയിന്റ് ബൈ പോയിന്റ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ ആസ്പത്താൽ കെ ഭീത്തർ ഓർ ബാഹർ കി ദുനിയ അലഗ് ഹെ. ലാസ്റ്റത്തെ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ആരോടും ചോദിക്കാത്തത്, ബിക്കോസ് അത് മാത്രമേ ബാക്കിയുള്ളൂ. ഇത് വേറൊന്നുമില്ല, ഇത് അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ആൻസേഴ്സ് ആണല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്താ ഇങ്ങനെയൊക്കെ? ഓക്കെ, ഇത് നോക്കിയാൽ മതി. എന്താണ്? मैंने 20 रुपया निकाल कर उसकी और बढ़ा दिया. यहाँ लेखिका का कौन सा मनोभाव प्रकट होती है? ഇവിടെ ലേഖിക അതായത് റൈറ്ററിൻ്റെ ഏത് മനോഭാവമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്? यहाँ लेखिका की दूसरों को मदद देने की मनोभाव प्रकार होती है. പ്രകട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവമാണ് ആർക്കുള്ളത്? നമ്മുടെ റൈറ്ററിനുള്ളത്. അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നഹി വ 20 रुपया ही नहीं थे नहीं था इससे आपने क्या समझा. അവസാനം റൈറ്ററിന് നമ്മുടെ ആള് കൊണ്ടുപോയി കാശ് കൊടുക്കുന്നുണ്ട്. ഇന്നാ പിടിച്ചോ 20 രൂപ, അയ്യോ ഇന്നാ പിടിച്ചോ 20 രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20 രൂപ എന്ന് കൊടുത്ത് പറഞ്ഞാൽ എനിക്ക് വേണ്ട, സാരില്ല, 20 രൂപയല്ലേ തന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്, ഇല്ല നിങ്ങൾ പറഞ്ഞ തെറ്റിപ്പോയി, 20 രൂപ മാത്രമായിരുന്നില്ല എന്നുള്ളൊരു ഡയലോഗ് തിരിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും? അതായത് അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്നിട്ട് ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിനെ സഹായിച്ചില്ല. ആകെ സഹായിക്കാനുണ്ടായത് നമ്മുടെ റൈറ്റർ മാത്രമായിരുന്നു. സോ പറയാണ് 20 രൂപ മാത്രമായിരുന്നു എൻ്റെ മാനം കാത്ത, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു സമയത്ത് ഒരു സഹായമായ കാശും കൂടിയാണ് ഇത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നമുക്ക് നോക്കാം. യഹാ 20 रुपए की मूल्य नहीं, ठीक समय पैसे मिलने पर उस आदमी की खुशी ही മഹത്വപൂർണ്ണ ഹെ. അതായത് അവിടെ കറക്റ്റ് കൃത്യം സമയത്ത് പൈസ കൊടുത്തുകൊണ്ട് മാത്രമായില്ല, കൃത്യം കാശ് കിട്ടി അദ്ദേഹത്തിന് സന്തോഷമായതും എന്താവുന്നുണ്ട്, ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെല്ലാം. നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. എവറിത്തിങ് ഈസ് വെരി 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 സിമ്പിൾ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊടുത്ത ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഇൻസാനിയത്ത് അല്ലെങ്കിൽ കുറച്ച് ഹ്യൂമാനിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അടുപ്പിച്ച് എഴുതണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവരൊരു പാരഗ്രാഫ് തരും. ഈ ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്ത് അവരൊരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് അവരെന്ത് ചെയ്യും, നമ്മളോട് എടുത്തെഴുതാൻ പറയും. സോ അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ആ 3 ഇൻസിഡൻസ് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. നമ്മളിപ്പോൾ ക്ലാസ്സിന് മുമ്പ് ഡിസ്കസ് ചെയ്ത ആ ഒരു 3 ഇൻസിഡൻസ് ആണ് ഇവിടെ എന്താവുന്നത്, മെയിനായിട്ട് വരുന്ന ആ ഒരു കാര്യം. ഓക്കെ, സോ 3 ഇൻസിഡൻസും എല്ലാവർക്കും അറിയെങ്കിലും ഒന്ന് ടാറ്റ കാണിച്ചേ. 3 ഇൻസിഡൻസും എല്ലാവർക്കും അറിയെങ്കിലും ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, പെർഫെക്റ്റ്. കത്താർ മേ ഖഡേ ആദ്മി കോ 20 रुपയ ദേന. അതായത് ആ ഒരു ലൈനിൽ നിന്ന് ആൾക്ക് എത്ര രൂപയാണ് കൊടുത്തത്, 20 രൂപ കൊടുത്ത് സഹായിച്ചു. ദാറ്റ് ഇസ് എ വെരി ഗ്രേറ്റ് ഹെൽപ്പ്. ഇനി അടുത്ത് നോക്കിയേ. ചായ് കി ദുക്കാൻ വാലേ നെ ലേഖക് സെ
पैसे नहीं मांगा. चाय के दुकान वाला छोटा കപ്പ് എന്ന് പറഞ്ഞപ്പോൾ നൈ 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 മുझे बड़ा कप, എനിക്ക് ചെറിയ കപ്പ് മതി, മുझे छोटा कप ही चाहिए എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടില്ല, വലിയ കപ്പിൽ കുടിച്ചോളൂ, നോ പ്രോബ്ലം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എന്താണ്, चाय की दुकान वाले ने लेखक से पैसा नहीं मांगा, പൈസ വേണ്ട നിങ്ങൾ കുടിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത്, ലേഖക് की बहन को किसी അഞ്ചാൻ വ്യക്തിനെ ഫോട്ടോ കോപ്പിക്ക് പൈസ ദിയെ, അതായത് ആവശ്യ സമയത്ത് ലേഖികയുടെ അനിയത്തിക്ക് അല്ലെങ്കിൽ സിസ്റ്ററിന് ഒരു അഞ്ചാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അൺനോൺ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഫോട്ടോ കോപ്പിയുടെ കാശ് കൊടുത്തു എന്നുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. സോ ഈ മൂന്ന് ഇൻസിഡൻറ്റ് തന്നെയാണ് ഇവിടെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഇൻസാനിയത്തിനെ ബേസ് ചെയ്ത് വരുന്ന ആ ഒരു കാര്യം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് 3 എന്ന് കാണിച്ച് സ്ക്രീനിൽ. ഓക്കെ, യെസ്, പെർഫെക്റ്റ്. ഇനി ഇത് കുറച്ച് വലുതാണ്, അപ്പോൾ നമുക്കൊന്നുമില്ല, നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. अस्पताल के भीतर और बाहर अपनी अपनी अलग अलग दुनिया है, ऐसे क्यों कहा? ഇങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്? ബിക്കോസ് നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ആരും പോകാൻ വരല്ലേ, ടച്ച് വുഡ്, ബിക്കോസ് നല്ലതല്ല ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ഭയങ്കര സങ്കടമാവും. ചിലപ്പോൾ നമ്മൾ ചെറിയൊരു മുറിവ് പറ്റിയിട്ടാലും പോവുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം വരും. സോ എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളിവിടെ എങ്ങനെയാണ്, നമ്മൾ ഹാപ്പിയാണ്, ഹോസ്പിറ്റലിന് പുറത്ത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ ഭയങ്കര ചില്ലാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ ഒരാൾ ബുദ്ധിമുട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ അവരുടെ ആ ഒരു ഫുൾ ഫാമിലി തന്നെ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഡൗൺ ആയിരിക്കും. ഒരിക്കലും നമ്മൾ പുറത്തുള്ള നമ്മളെപ്പോലത്തെ ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല അവരുടെ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ അത് തന്നെയാണ് അവിടെ 2 വേരിയേഷൻസ് വരുന്നല്ലേ, ഹോസ്പിറ്റലിൻ്റെ പുറത്തും ഉള്ളിലും. ബീത്തർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്. ഓക്കെ, ബീത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മിനിറ്റ് സർ, ബീത്തർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നാണ്. പിന്നെ ബാഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാഹർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് എന്നാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട്സൈഡും ഇൻസൈഡും രണ്ടും 2 ലോകങ്ങളാണ് അല്ലേ. ആണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച് അങ്ങനത്തെ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് 2 പേരുടെയും ആ ഒരു അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആൻസർ ആണ്, നമുക്ക് നോക്കാം. अस्पताल के भीतर सभी लोग हर समय किसी न किसी बीमारी में पीड़ित रहते हैं. ऐसी स्थिति में लोगों को एक दूसरे को पहचानना और समझना मुश्किल हो जाता है. लेकिन अस्पताल के बाहर लोग अपनी विषमता को भूलकर विभिन्न कार्य में व्यस्त रहते हैं. वह अपनी खुशियाँ दूसरों के साथ बांटते हैं. सो ഇവിടെ പറയുന്ന വേറൊന്നുമല്ല, ആശുപത്രിയുടെ ഉള്ളിലാണെങ്കിൽ എന്താണ്, പല പ്രശ്നങ്ങൾ, പല ഡിസീസസ് ആയിട്ട് ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിൽ ഇതാരത്, അദ്വൈത് തവള സജിത് സാറിന് ഉണ്ടാക്കിയതാണല്ലേ, ഒക്കെ തല കാട്ടണം. എന്ത് പറ്റി അദ്വൈതേ, ബോറടിക്കുന്നുണ്ടോ? തവളയുടെ ചാപ്റ്റർ കഴിഞ്ഞ് അപ്പം നീ തവള ഉണ്ടാക്കി കാണിച്ചില്ല, ഇപ്പോൾ ആനയുടെ ചാപ്റ്റർ പഠിക്കാൻ പോകുമ്പോൾ തവളയുടെ ചാപ്റ്റർ കാണിക്കണം. കൊള്ളാമല്ലോ നീ. അന്ന് ഒരു തവള ഉണ്ടാക്കി കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കായിരുന്നില്ലേ അത്? എന്നാൽ ഇനി അടുത്തൊരു ചോദ്യം, തവളയുടെ ചാപ്റ്റർ ഏത് ചാപ്റ്ററാണ്? പെട്ട് ചാപ്റ്ററിന്റെ പേര് പറഞ്ഞാൽ മതി. പറഞ്ഞ ക്യാരക്ടറിന്റെ പേര് ഗുഡലി. ആയിക്കോട്ടെ, ആ തവളിൻ്റെ അടുത്ത് മാറ്റിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ, അങ്ങനെ കളയാൻ പറഞ്ഞില്ല ഞാൻ, നിന്റെ ക്രിയേറ്റിവിറ്റിയാണ്, അതൊക്കെ നീ സൈഡിൽ തന്നെ വെക്കണം. പക്ഷെ കുറച്ച് നേരം ഒന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. ഓക്കെ ബോസ്, ഡൺ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളിലത്തെ സിറ്റുവേഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും, ആൾക്കാർക്ക് കുറേ പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ്, അത് ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണ് പുറത്താണെങ്കിൽ എന്താണ്, ഈ ഉള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ടായിരിക്കും ആൾക്കാർ എന്ത് ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങുക. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഫുൾ ഹാപ്പിനെസ് ആയിരിക്കും എല്ലാവർക്കും അവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായിട്ട് അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ഇസ് ധർത്തി കോ പ്രേം കെ സിവാ കുച്ച് നഹി ബച്ചാ സക്താ, ഇസ് പർ ആപ്കാ മൻ പ്രകട് കരേ. ശരിക്കും ഈ ഒരു ലോകത്തിൽ സ്നേഹമുണ്ടെങ്കിൽ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്? ആണോ? അങ്ങനെയാണോ? ഇത് നിങ്ങൾക്കൊന്നും തോന്നണില്ലേ? നിങ്ങൾ അഭിപ്രായം പറയണം, ഇത് നിങ്ങളുടെ സ്ഥലമാണ്. സോ യു ക്യാൻ സേ വോട്ട് എവർ ഇറ്റ് ഇസ്. നമുക്ക് ആദ്യം സജിത് സാറിനോട് ചോദിക്കാം. സജിത് സർ, അയ്യോ സർ, ആ മെറ്റീരിയൽ ആൻ്റണി സാർ തന്നില്ലേ?
ഇപ്പം ഇതെല്ലാവരും മെറ്റീരിയൽ ഉള്ള പേജസ് ആണ് ഇതെല്ലാവരും, പക്ഷെ ഇതിപ്പോൾ മെറ്റീരിയൽ നോക്കണമെന്നില്ല. 14 144 143 പറയുന്നുണ്ട്, 144 പറയുന്നുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ സ്നേഹമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മൾ സജിത് സാറിനോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. യെസ് സർ, അങ്ങനെ ഉണ്ടോ? പറ്റുമോ? പറ്റില്ല അല്ലേ? സോ എപ്പോഴും നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നോർമലി റിലേഷൻഷിപ്സിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, മൊത്തത്തിൽ ഒരാളും നമ്മൾ സ്നേഹിക്കണില്ല, നമ്മൾ വെറുതെ ഒരു യന്ത്രത്തിനെ പോലെ സ്കൂളിൽ വരുന്നു, പഠിക്കുന്നു, പഠിക്കാണ്ടിരിക്കുന്നു, ടീച്ചർ പിന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു, ഇവിടെ ഞാൻ നിങ്ങളോട് വെറുതെ പറഞ്ഞു പോകുന്നു, ചിരിക്കുന്നില്ല, കളിക്കുന്നില്ല, വെറുതെ നമ്മൾ ക്ലാസ് എടുത്ത് വെറുതെ മുന്നോട്ട് പോവുകയാണ്, സ്നേഹത്തിൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഏതൊരു പോയിന്റിലും സ്നേഹം എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ പ്രേമ എന്നുള്ളൊരു കാര്യം നമുക്ക് അത്യാവശ്യമാണ്. അതില്ലാണ്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളെ മാത്രം ഇൻഡിക്കേറ്റ് ചെയ്ത് പറയല്ല, പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കിയാണ്. വീട്ടിൽ നിൽക്കാൻ അച്ഛനും അമ്മയും നമ്മളോട് മിണ്ടുന്നില്ല, വെറുതെ അമ്മ ഫുഡ് ഉണ്ടാക്കി തരുന്നു, അച്ഛൻ കാശ് തരുന്നു, ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്നു, ബുക്ക് വാങ്ങുന്നു, നമ്മുടെ ലൈഫ് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നു. ഒരാൾ നമ്മളോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആവണം അല്ലേ? നമ്മൾ ഒരിക്കലും ഒരേ പ്രശ്നം അല്ലേ, നമ്മൾ ഒരിക്കലും നമുക്കൊരാൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? സോ അതാണ് പറയുന്നത്, ഈ ലോകത്തിനെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ രക്ഷിക്കാൻ പറ്റിയ ഏക എലിമെന്റ് എന്ന് പറയുന്ന ഈ ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രേമമാണ്. ഓക്കെ, യെസ്, അഖിലസാരമൊഴി. വാവ്, സ്നേഹമാണ്. അഖിലസാരം വരെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ മൊഴി എന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് സജിത് സാർ പഠിപ്പിച്ചത്. ഓക്കെ, യെസ്, അപ്പോൾ അത് ക്ലിയർ അല്ലേ? യെസ്, പെർഫെക്റ്റ്. അപ്പം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മേരെ മാनना है कि प्रेम से इंसान के अंदर संपूर्ण भाव लाया जा सकता है. प्रेम मनुष्य के बीच आत्मीयता और मानवता को जन्म देते हैं. പ്രേം സബ്സെ താക്കത്വാർ ഓർ അമൂല്യ ഹെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ ലോകത്തിന് സ്നേഹമല്ലാണ്ട് വേറൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊന്നിനും ഈ ലോകത്ത് സ്നേഹമല്ലാണ്ട് ഒന്നിനും ലോകത്തിൽ സ്നേഹത്തിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, വാല്യൂ ഉള്ളത്. പക്ഷെ ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ എന്താണ്? സ്നേഹം കൊടുത്താൽ മനുഷ്യന്മാർക്ക് വരെ എന്തുണ്ടാവും? ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും, മനുഷ്യന്മാർ വരെ കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരാൾ ഭയങ്കര ദുഷ്ടനാണ്, ഭയങ്കര ക്രൂരനാണ്. ഓക്കെ, എക്സാമ്പിൾ എടുക്കാം, സജിത് സാറ്. ഇല്ല, സജിത് സാറ് പാവമാണ്. ഓക്കെ, വെറുതെ പറഞ്ഞാണ്, സജിത് സാറിൻ്റെ സങ്കടമായപ്പോൾ തന്നെ. ഓക്കെ, വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്. എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഓക്കെ, അപ്പോൾ എക്സിന് കൂട്ടുകാരൻ പറഞ്ഞാൽ അപ്പോൾ ഒരാൾ വൈ എന്ന് പറയുന്ന ഒരു കുട്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് എക്സിനോട് സംസാരിച്ചപ്പോൾ എക്സിന് ഭയങ്കര നല്ലൊരു ബോണ്ടിങ് ആയി. അതായത് ഒരാൾ സ്നേഹം കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് ശരിക്കും എന്തായിരിക്കും? സന്തോഷമായിരിക്കും. ഒരിക്കലും അയ്യേ എന്നൊരാളും പറയാൻ പോകുന്നില്ല അല്ലേ? ഒട്ടും തന്നെ ഒരു ഫ്രണ്ട്സും ഒരു സർക്കിളും ഇല്ലാത്ത ആൾക്ക് പെട്ടെന്ന് ഒരു കൂട്ടുകാരനെ കിട്ടിയപ്പോൾ അതെന്തായിരിക്കും? എപ്പോഴും നല്ലൊരു സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് പറയുന്നത് പ്രേം സബ്സെ താക്കത്വാർ ഓർ അമൂല്യ ഹെ. അമൂല്യം എന്ന് പറഞ്ഞാൽ വാല്യുബിൾ, ഏറ്റവും വാല്യുബിളും, അതുപോലെ തന്നെ താക്കത്വർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ളൊരു എലിമെൻ്റ് ആണെന്ന് പറയുകയാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇന്ന് എല്ലാവരും എഴുന്നേറ്റ് നമുക്കൊരു ഡാൻസ് കളിക്കാം. എല്ലാവരും എഴുന്നേറ്റേ, ഒരു മിനിറ്റ് സർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഒരു മിനിറ്റ്. യെസ്, ഇവിടെ എന്താണ്? ലഘുലേഖ എഴുതാനാണ് പറയുന്നത്. ലഘുലേഖ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, സ്മോൾ പാരഗ്രാഫ്. ഓക്കെ, ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ എഴുതണം. ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ എഴുതിയാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ. എന്തിനെ വെച്ചിട്ടാണ്? സ്നേഹശീൽ വ്യവഹാർ, മറ്റുള്ളവരോടുള്ള ഒരു സ്നേഹമുള്ള ഒരു എന്താ തന്നെ പറയുക, ഒരു വ്യവഹാർ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ, അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലഘുലേഖ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹമേ ദൂസറോ കെ സാത്ത് സ്നേഹശീൽ വ്യവഹാർ കർനാ ചാഹിയെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കാം? നമ്മൾ ടൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പ്രേം ഓർ സ്നേഹ സെ ബഡ്കർ ഇസ് സംസാർ മേ മനുഷ്യ കെ ലിയെ ഓർ കുച്ച് അച്ഛി ബാത് നഹി ഹോ സക്തി. ഇവിടെ പറയുന്നത് എന്താണ്? സ്നേഹം എന്നുള്ള ഒരു എലിമെന്റ് ഇല്ലാണ്ട് ഈ ലോകത്ത് ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ തന്നെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ്. സഭി മനുഷ്യ ഈശ്വർ കി സന്താൻ ഹെ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ആരുടെ കൊച്ചുങ്ങളാണ്? ഒടേ തമ്പുരാൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയാണ്. ഇസിലിയെ ഹമേ സബി കെ സാത്ത് സ്നേഹപൂർ വ്യവഹാർ കർണ ചാഹിയെ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവരുടെയും കൂടി എന്ത് ചെയ്യണം? ഒരു നല്ല രീതിക്കുള്ള ഒരു സ്നേഹശീല വ്യവഹാർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു നല്ലൊരു ഫീലിങ്സ് അല്ല കേട്ടോ. ഇനി പഠിത്തം മറ്റേ മല്ലികവാണിൻ്റെ അമ്പുകളോ കണ്ണട തുമ്പുകളോ അല്ലേ, അത് കളിക്കാം നമുക്ക് ബ്രേക്കിൽ. അമ്പിളി മുട്ടിലെ നാവുകളോ, അത് കളിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറയണത്?
സ്നേഹശീൽ വ്യവഹാർ എന്ന് പറഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നമുക്ക് എപ്പോഴും മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവണം എന്ന് പറയാണ്. പ്രേം ഓർ സ്നേഹ് സുഖ്മയ ഓർ ശാന്തിപൂർണ്ണ ജീവൻ കാ ആധാർ ഹെ. നല്ല രീതിക്ക് നമ്മൾ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തേക്കുന്ന രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് അത്രയും ശാന്തിപൂർണ്ണ, അത്രയും പീസ്ഫുള്ളും അത്രയും അടിപൊളിയായിരിക്കും എന്ന് പറയാണ്. സ്നേഹപൂർ വ്യവഹാർ സേ കിസി ശത്രു കോ ഭി മിത്ര ബനായാ ജാ സക്താ ഹെ. നല്ല രീതിക്ക് നമ്മളൊരാളോട് സംസാരിച്ചാൽ, നല്ല രീതിക്ക് നമ്മളൊരാളോട് പ്രതികരിച്ചാൽ അവർക്ക് അതായത് ഒരു ശത്രുവിനെ പോലും നമുക്കൊരു മിത്രമാക്കി കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറയാണ്. സ്നേഹം ബഡ്താ ഹെ. സ്നേഹം കൊടുത്താൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ എന്ത് കൂടുള്ളൂ? സ്നേഹം വർദ്ധിക്കുള്ളൂ. ഓക്കെ, എന്നിട്ട് പറയാണ് ഹമേ പ്രേം ഓർ സ്നേഹ കോ സദാ ബനായ റഖ്നാ ചാഹിയെ. നമ്മളെപ്പോഴും സ്നേഹത്തിനെയും പ്രേമത്തിനെയും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കൂടെ പിടിച്ച് കൊണ്ട് നടക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിയിൽ പറയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സമയം ഇപ്പോൾ 7:07 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോയാലോ? ഓക്കെ, ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. 5 minutes ബ്രേക്ക്. ഓക്കെ, പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ സർ, ബിഗിൻ. അപ്പോൾ നമ്മൾ ഇനി ആനക്കുട്ടികളുടെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഐ ഹോപ്പ് യു റിമെമ്പർ ദ ചാപ്റ്റർ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ചാപ്റ്റർ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ് മിസ്, വിച്ച് സബ്ജക്റ്റ് ആണ് എക്സാം? ഞാൻ എക്സാമിൻ്റെ സബ്ജക്റ്റ് എഴുതാൻ പോയിട്ടാ. ഓ, ഇവിടെ ഇത് ഒളിച്ചുപിടിച്ച് എഴുതാനും കാണുമല്ലോ അവിടെ. അയ്യോ, ഓക്കെ, ഇന്ന് നമുക്ക് റിവിഷൻ എക്സാം വരുന്നത് ഹിന്ദി ആയിരിക്കും. ഓക്കെ, ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്, ഹിന്ദി ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ എനിക്ക് എഴുതാറുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതല്ലേ? യെസ്, പുരിഞ്ചിതാ, ക്ലിയർ അല്ലേ? തമിഴ് ദൈവത്തോർത്ത് പറയുന്നത് എനിക്ക് 3 ഭാഷ മാത്രമേ അറിയുള്ളൂ. ഓക്കെ സർ, പോളിഷിൽ സാർ എഴുതുമോ? അറിയാം, സാറെ കൊണ്ട് നമുക്ക് എഴുതിക്കാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എന്തായാലും ബാക്കി ആനക്കുട്ടിയുടെ ചാപ്റ്ററിലേക്ക് പോവാം. യെസ്, 2 ആനക്കുട്ടികൾ ഇൻ 1 ഫ്രെയിം അല്ലേ? അങ്ങനെയാണോ നിങ്ങൾ പറയണത്? അല്ലേ? എങ്ങനെയുണ്ട്? ഞങ്ങൾ തമ്മിൽ മാച്ച് ഉണ്ടോ? ഓക്കെ, മാച്ച് ഉണ്ടെങ്കിൽ ചെവി വേണ്ടായിരുന്നു കേട്ടാ. മുഖം, കണ്ണുകൾ എന്നൊക്കെ. ചെവിയേ എൻ്റെ മുഖത്തിൻ്റെ അത്ര ഉണ്ട് അതിൻ്റെ ചെവി അല്ലേ? എൻ്റെ ചെവി ആനച്ചെവി അല്ല ബോസ്. സജിത് സാറിന് ഇട്ടതെല്ലാം ഒന്ന് കൊടുക്കണ്ട ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആനയുടെ ചാപ്റ്റർ ആണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. യെസ്, ഹാത്തിയോ കി രഹ ഗുസർ. റെഡി ആണെങ്കിലും ഒന്ന് ടാറ്റ കാണിച്ചത്. ഇങ്ങനെ ഇത് കാണിച്ചോ, ഇങ്ങനെ കാണിച്ചോ. ദിസ് ഇസ് ആനാസ് ചെവി. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇത് അമ്മ വിചാരിക്കണ ഈ കുട്ടി എന്താ കുതൂന ആട്ടി കളിക്കുകയാണോന്ന് വിചാരിക്കണ്ടാവില്ല അവിടെ അമ്മ അച്ഛനൊക്കെ ഇരുന്ന്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എപ്പോഴും ആദ്യത്തെ ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ ഹാത്തിയോ കി രഹ ഗുസർ കിസ്നെ ലിഖാ ഹെ. ആരാണ് എഴുതിയിരിക്കുന്നത്? യാദവേന്ദ്ര. ഓക്കെ, യാദവേന്ദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയിരിക്കുന്നത്. സോ അത് കൃത്യമായിട്ട് നോക്കാം. ഇനി അത് കേട്ടോ, ഹാത്തിയോ കി രഹ ഗുസർ കിസ് വിധാ കി രചന ഹെ എന്ന് ചോദിച്ചാൽ അത് ഘട്ടനാ വിവരണാണ്. ഘട്ടന എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റുവേഷൻ. ഓക്കെ, എലാബറേറ്റിംഗ് സിറ്റുവേഷൻ എക്സ്പ്ലനേഷൻ ആണത്. ഓക്കെ, സിറ്റുവേഷൻ എക്സ്പ്ലെയിനിങ് ആണത്. ഓക്കെ, സിറ്റുവേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു ചാപ്റ്ററാണ് എന്ത്? ഈ ഒരു ഘട്ടന എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റുവേഷൻസ്. വിവരൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലനേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഹാത്തിയോ കി രഹ ഗുസർ കിസ്നെ ലിഖാ ഹെ. ആരെഴുതാണ്? കണ്ണടച്ചോ, എല്ലാവരും കണ്ണടച്ചോളൂ. എല്ലാവരും ഒന്നാളുടെ പേര് നോക്കിയിട്ട് കണ്ണടച്ചിട്ട് ഒന്ന് സ്വന്തം പറഞ്ഞു നോക്കുക. ഹാത്തിയോ കി രഹ ഗുസർ കിസ്നെ ലിഖാ ഹെ എന്ന് ചോദിക്കുമ്പോൾ വി ഷുഡ് ഓൾവേസ് സേ എന്താണത്? ഇല്ല, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല സാറിനെ. ബട്ട് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് സജിത് സാർ. ഓക്കെ, അതായത് സാറിന് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളെ പേടിക്കേണ്ട. അതോർത്ത് സാർ എന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പേടി. സാറിന് ഞാനായിട്ടൊന്നും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഹാത്തിയോ കി രഹ ഗുസർ എന്ന് പറയുന്ന ഒരു
ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാണ് ഹാത്തിയോ കി രഹ ഗുസർ കിസ് വിധാ കി രചന ഹെ എന്ന് പറഞ്ഞാൽ വി ഷുഡ് ഓൾവേസ് ആൻസർ ഘട്ടന വിവരൺ. ഓക്കെ അല്ലേ, ഘട്ടന വിവരണാണ് ആൻസർ. കണ്ണടച്ച് എല്ലാവരും കണ്ണടച്ചോ. ഓക്കെ, കണ്ണടച്ചോ എന്ന് ചിരിക്കണം കണ്ണടയ്ക്കാൻ പറയുമ്പോൾ. ഓക്കെ, യെസ്, ഹാത്തിയോ കി രഹ ഗുസർ കിസ് വിധാ കി രചന ഹെ. കമോൺ, ഒറ്റയ്ക്ക് പറഞ്ഞു നോക്ക്. യെസ്, എന്താണത്? യെസ്, വെരി ഗുഡ്, ഘട്ടന വിവരണാണ്. ഓക്കെ അല്ലേ, അപ്പോൾ അതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ആന ഇനി നമുക്ക് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് നമ്മളോട് ആന ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സഡക് ഓർ ജംഗിൾ കെ ബീച്ച് ഡിവൈഡർ ബനാനെ കാ ഉദ്ദേശ് ക്യാ ഹെ? സഡക് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡിൻ്റെയും ജംഗിളിനെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ഡിവൈഡർ അവരെന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഡിവൈഡർ അവിടെ ഉള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നാണ് ചോദ്യം. ജംഗലി ജാൻവർ और उनके बच्चे अचानक सड़क पर दौड़कर आ सकते हैं जिससे उन्हें खतरा हो सकता है. इससे बचने के लिए സഡക് പർ ഡിവൈഡർ ബനാ ദിയാ ഗയാ ഹെ. അതായത് ജംഗിൾ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് പെട്ടെന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കുട്ടികളും പെട്ടെന്ന് ക്രോസ് ചെയ്യും. പക്ഷെ ഒരു ഡിവൈഡർ, ഒരു സ്റ്റെപ്പ് പോലത്തെ ഒരു സാധനം കുറച്ചുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, കുറച്ചൊന്ന് സമയം എടുത്തത് പതുക്കെ ക്രോസ് ചെയ്യുള്ളൂ അല്ലെ, കാലൊക്കെ എടുത്ത് വെച്ച് പൊക്കി കയറ്റി. ഇപ്പം നമ്മൾ ആ ചാപ്റ്ററിൽ കണ്ട പോലെ അവർ പതുക്കെ പ്രൊസീഡ് ചെയ്യുള്ളൂ അല്ലേ. സോ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അങ്ങനെ ചെയ്യാനുള്ള മെയിൻ കാരണം എന്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ ഒരു ഡിവൈഡർ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം ഈ ജീവജന്തുക്കൾ അല്ലെങ്കിൽ ഈ ഒരു ജാൻവർ അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, മൃഗങ്ങൾക്ക് ഒരാപത്തും കൊള്ളാതിരിക്കാൻ വേണ്ടി അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ശരിക്കും ആ ഒരു ഡിവൈഡർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ, ഒന്ന് തമ്പ് കാണിച്ചേ. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിലും ഒന്ന് തമ്പ് കാണിച്ചേ. യെസ്, പെർഫെക്റ്റ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ബച്ചേ തോ ബച്ചേ ടെഹരെ ഇസ്സേ ആപ്നെ ക്യാ സംജ. ആനകളെ കാണുമ്പോൾ നമ്മുടെ റൈറ്റർ യാദ്വേന്ദ്ര ആനകളെ കാണുമ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെയായാലും കുട്ടികൾ തന്നെ ആയിരിക്കുമല്ലോ. ബിക്കോസ് നമ്മൾ ചെറുപ്പത്തിൽ എന്തായിരിക്കും, നമ്മൾ ഭയങ്കര എങ്ങനെയായിരിക്കും, നമ്മൾ നല്ല കുട്ടികളാണെങ്കിലും ചിരിച്ചേ, അല്ലെങ്കിൽ ഭയങ്കര കുരുത്തം കെട്ടതാണെങ്കിലും ഒന്ന് ടാറ്റ കാണിച്ചേ, തലയ്ക്ക് മുകളിൽ. ഞാൻ ടാറ്റ കാണിക്കണം ഇപ്പം തന്നെ. ഓക്കെ, സജിത് സാർ സ്റ്റാർട്ടിങ് തുടങ്ങി ടാറ്റ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുരുത്തം കെട്ടതായിരുന്നു അത്. അതാരാണത്? ഒരു മാസ്ക് മാനെ കണ്ടല്ലോ ഞാൻ അവിടെ. ഇത് ഏറ്റവും അടിയിൽ യെല്ലോ ഇല്ല, ഇപ്പുറത്ത്. യെസ്, മാസ്ക് ഉണ്ടായിരുന്നു. വിളിച്ചവനെ അതിലെ ആ മാസ്ക് വെച്ചിരുന്നോ? രസമുണ്ട്. അശു, നല്ല രീതി വെച്ചോ. ഓക്കെ, അനിയത്തിക്കുട്ടി, ചേട്ടൻ പഠിക്കണ്ട? എവിടെന്ന്? നല്ല നീതി. എന്താ പറഞ്ഞ? ഒന്നുകൂടെ പറയോ? പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അനിയത്തി ഏത് ക്ലാസ്സിലാണ്? 3-ലാണ്. ഓക്കെ, അനിയത്തി പഠിക്കുന്നുണ്ടാ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ചേട്ടനെ കുറച്ചേരും കൂടി ഇരുത്തി പഠിപ്പിക്കട്ടെ കേട്ടോ, എന്നിട്ട് വിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും കുട്ടികൾ തന്നെ ആയിരിക്കുമല്ലോ. എന്തൊക്കെയായാലും കുരുത്തക്കേട് ഉണ്ടാവും കുട്ടികൾക്ക്. അത് ഏതൊരു കുട്ടിയായാലും നമ്മളിപ്പോൾ വലിയ മെച്യൂർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും നമ്മളല്ല നിങ്ങൾ. അപ്പോൾ എന്താണ്, നമ്മൾ വിചാരിക്കുമോ ഞാൻ ചെറുപ്പത്തിൽ നല്ല കുട്ടിയായിരുന്നു, അമ്മ പറയണ കേൾക്കുമായിരുന്നു, ഇതായിരുന്നു നിങ്ങൾ കേൾക്കൂലായിരുന്നു. ഉറപ്പാണ്. നിങ്ങൾ വല്ല ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മയോട് ചോദിച്ചു പോയിട്ട് അമ്മ ഞാൻ നല്ല കുട്ടിയായിരുന്നു ചോദിച്ചാൽ അമ്മ ചിലപ്പോൾ നിങ്ങളെ കണ്ണുറപ്പിച്ച് കാണിക്കും. എന്നെ നിങ്ങൾ എത്ര ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ എന്നെങ്കിലും അമ്മ ഒന്ന് പറയാണ്ടിരിക്കില്ല. ഓക്കെ, സോ എല്ലാ കുട്ടികളും, അതിപ്പോൾ മൃഗങ്ങളുടെ കുട്ടികളായാലും മനുഷ്യ കുട്ടികളായാലും കിളികളുടെ കുട്ടികളായാലും എല്ലാവരും കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് ഓഫ് ലൈഫ് എന്താണ്, എപ്പോഴും കുരുത്തക്കേടിൻ്റെയും അതുപോലെ തന്നെ നല്ല ഫണ്ണായിട്ടുള്ള ഒരു സമയമാണല്ലേ. സോ അതാണ് അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാരണം. മനുഷ്യ ഹേ യാ പശു ഹോ ബച്ചേ തോ ബച്ചേ ഹി ഹേ. മനുഷ്യന്മാരായാലും, പശു എന്ന് പറഞ്ഞതാണ് അനിമൽസ്. ഓക്കെ, മനുഷ്യന്മാരായാലും അനിമൽസ് ആയാലും എന്താണ്, ബച്ചേ തോ ബച്ചേ ഹി. കുട്ടികൾ എപ്പോഴും എന്തുതന്നെയായിരിക്കും, കുട്ടികൾ തന്നെയായിരിക്കും. വേ ഹമേശ ശരാരത്തി കരുത്തേ. എപ്പോഴും ശരാരത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ട്രബിൾ അല്ലെങ്കിൽ യു ക്യാൻ സേ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓർ സഭി കെ സാത്ത് അപ്പനെ മൻമാനി കർത്തേ. അപ്പോൾ അങ്ങോട്ട് എല്ലാവരുടെയും കൂടെ എന്താണ്, മൻമാനി എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, അവർ ചെയ്യും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുകൂടാണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
ഇതും നമ്മൾ ആദ്യം പഠിച്ച ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ്. ഈ 3 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഈ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അടുത്തത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്കിരുന്ന് പഠിക്കാം. ഓക്കെ. സർദാർ ഹാത്തി ചാരോ തരഫ് എ ഗോൾ ചക്കർ ക്യോ ലഗായ. എന്തുകൊണ്ടാണ് സർദാർ ഹാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർ എലിഫൻറ്റ്. ഓക്കെ, നമ്മുടെ ലീഡർ ആയിട്ടുള്ള എലിഫൻറ്റ്, അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു ലീഡ് ചെയ്യുന്ന എല്ലാവരുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു എലിഫൻറ്റ് എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു വട്ടം കറങ്ങി അല്ലെങ്കിൽ ഒരു കറക്കം കറങ്ങിയിട്ട് വന്നത്? സർദാർ ഹാത്തി കോ അപ്നെ പരിവാർ കോ ഖത്രെ സെ ബച്ചാനാ താ. സർദാർ ഹാത്തി ചെയ്തത് ശരിക്കും എന്താണ്? ആ ഒരു ചുറ്റും കറങ്ങാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശരിക്കും സർദാർ ഹാത്തി എന്ത് ചെയ്തത്? ആ ഒരു വട്ടം അവിടെ കറങ്ങിയത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷ വാർത്ത പ്ലസ് ഒരു സന്തോഷ വാർത്ത അല്ലാത്തൊരു വാർത്തയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ? കുറച്ച് കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാം, എന്തായാലും റിവീൽ ചെയ്യാൻ പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. इतनी सजी दजी और धीरज के साथ अपने फर्ज निभाने किसी को नहीं देखा, किसी को नहीं देखा, किसी इंसान को भी. क्या आप इससे सहमत हैं? സോ ആ ഒരു ആനകളുടെ ഇതെന്താണത്? ഓ, എന്നെ പഠിക്കുള്ളൂ. എന്ത് പറ്റി ക്രിസ്റ്റി? വയ്യ എന്ന് നിനക്ക്? എന്നോടാണോ? അതെ അതെ അതെ, നിന്നോട് തന്നെ. ക്രിസ്റ്റീന കുറേ നേരമായിട്ട് ഞാൻ ക്രിസ്റ്റീനയുടെ സാധനം ഞാൻ കാണിച്ചില്ല. ക്രിസ്റ്റീന ഇപ്പൊ കാണിച്ചോണ്ടിരുന്ന സാധനം ഞാൻ കാണിച്ചില്ല. എന്ത് പറ്റി ക്രിസ്റ്റീന? വാട്ട് ഹാപ്പൻ? എന്താണ്? വയ്യേ? ഹിന്ദി പഠിച്ച് മതിയായോ? അങ്ങനെയൊന്നുമില്ല, അത് വിശന്നിട്ടാണ്. മുടി ചൊറിയണം, അമ്മേ വിശക്കണ്. ഓ, മുടിനോടുള്ള ദേഷ്യമാണല്ലേ? പക്ഷെ എന്നോടുള്ള ദേഷ്യം പോലെയായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി, വിശ്വസിച്ചു കേട്ടാ. ആ ഓക്കെ, അപ്പം നമുക്കിനി നോക്കാം. हाँ मैं सहमत हूँ क्योंकि सरदार हाथी हर कदम में अपने परिवार के लिए चिंतित हैं, अपने कुंवारे को खतरे में बचाकर उसने ദായിത്വ ഹെ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് വേറൊന്നുമല്ല. ഒരു മനുഷ്യനായാൽ, ഒരാളുടെ ലീഡർ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു നോക്കും. ഉണ്ടാവും, ലീഡേഴ്സ് ഉണ്ടാവും. പക്ഷേ ആനകളുടെ ഇടയിൽ, അതായത് മനുഷ്യന്മാർ, ഒട്ടും ബുദ്ധിയില്ലാത്ത ആൾക്കാർ, അതായത് ഒരു എന്താണ് ബുദ്ധി പ്രവർത്തനം അവിടെ ഇല്ല അല്ലേ? അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് മനുഷ്യന്മാർക്ക് അങ്ങനെയില്ല. നമുക്ക് കോമൺ സെൻസ് ഉണ്ട്, ബുദ്ധിയുണ്ട്. പക്ഷേ മൃഗങ്ങളെ നോക്കിയാൽ അവർക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാൽ കൂടി ആ ഒരു സർദാർ ഹാത്തി അല്ലെങ്കിൽ ആ ഒരു എല്ലാവരും ലീഡ് ചെയ്യുന്ന ഒരു ആന ഒരേ സ്റ്റെപ്പ്, ഒരേ കടമ്പ കടക്കുമ്പോഴും എന്ത് ചെയ്യാണ് അവിടെ? എന്ത് ചെയ്യാണ് ഐഫ? ഒരേ കടമ്പ കടക്കുമ്പോഴും നമ്മുടെ സർദാർ ആന ഉറങ്ങിപ്പോവാണോ ചെയ്യണത്? എന്താണ് ഹൈഫ ചെയ്യണത്? ഉറങ്ങിപ്പോവാണോ ചെയ്യണത്? അല്ല. അപ്പൊ ആരിപ്പോ ഉറങ്ങിയത്? ഞാനാണോ, ഹൈഫയാണോ, സർദാർ ആനയാണോ? കുഴപ്പമില്ല, ഒന്ന് മുഖം കഴുകിയിട്ട് വന്നിരിക്കുക കേട്ടോ. ഓക്കെ, ഒന്ന് മുഖം കഴുകുക. വീഡിയോ ഓഫ് ചെയ്യണ്ട, മുഖം കഴുകുക. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വന്നിരുന്നേ. കമോൺ കമോൺ, ഓടിക്കോ, ഒരു കുഴപ്പമില്ല, സങ്കടം വിചാരിക്കണ്ട, ഉറക്കം വരും, മനുഷ്യന്മാരല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്? എപ്പോഴും ഒരേ സ്റ്റെപ്പ് നടക്കുമ്പോഴും അവിടെ എന്താണ് കാണുന്നത്? ഒരേ ആനകൾ ഓക്കെ ആണോ എന്നുള്ള കാര്യം നോക്കുന്ന. തൻ്റെ ദായിത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ആര്? നമ്മുടെ സർദാർ ആന എന്ന് പറയുന്നത്. ഈ ഒരു പ്രവൃത്തി മനുഷ്യന്മാരിൽ അങ്ങനെ കാണാറില്ല എന്നും കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഇനി ഇതാണ് നമുക്കുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? യാത്രാ വിവരണം നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, अपने भी यात्रा के दौरान ऐसे कोई दृश्य देखा होगा, ऐसे किसी दृश्य का विवरण തയ്യാർ കരേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആനകളെ കണ്ടു എന്നുള്ള വിവരണം തന്നെ നമ്മൾ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഒരു യാത്രാ വിവരണം അല്ലെങ്കിൽ ഒരു ജേർണി പോയതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് കുറച്ച് വലുതാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കുറച്ച് വലുതാണ്. സോ ഇത് തന്നെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഇതിനേലും നല്ല രീതിക്ക് എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ചോദിക്കുമ്പോൾ ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബച്പൻ സേ മുझे घूमने का शौक है. ചെറുപ്പം തുടങ്ങി എനിക്ക് കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. मैं हर छुट्टियों में अपने परिवार के साथ घूमने के लिए जाता हूँ. എല്ലാ छुट्टी എന്ന് പറയുന്ന എല്ലാ വെക്കേഷൻസിനും ഞാൻ എന്ത് ചെയ്യാറുണ്ട്? എൻ്റെ ഫാമിലിയുടെ കൂടെ കറങ്ങാൻ പോവാറുണ്ട്. പരിവാർ കെ സാത്ത് ജാന മുझे बहुत पसंद है. എൻ്റെ വീട്ടുകാരുടെ കൂടെ പോവാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മണാലി की यात्रा मेरी लिव अविलक्षणीय है. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ ഒന്നുമല്ല.
മണാലി എന്ന് പറയുന്ന ഒരു യാത്ര. ഓക്കെ, മണാലിയിലേക്ക് പോയ യാത്രയാണ് എന്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ള രീതിയിൽ പറയാണ്. മണാലി കി യാത്ര മുझे ആജ് ബി യാദ് ഹെ. ഇന്നും എനിക്ക് മണാലിയിലേക്ക് പോയ ആ ഒരു യാത്ര എന്തുണ്ട്, ഓർമ്മയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹം ലോഗ് 8 दिन के लिए മണാലി ഗए थे. ഞങ്ങൾ 8 ദിവസത്തേക്ക് വേണ്ടിയാണ് മണാലിയിൽ പോയത്. വഹാ കെ ലോഗ് ഘർ രാസ്തേ നദിയാ ബർഫ് സേ ഠക്കി ചോട്ടിയോ മാനെ ഹമേ ഭൂൽ രഹി ഥി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മെയിനായിട്ട് മണാലി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹിൽ സ്റ്റേഷനാണ്. ഓക്കെ, മലനിരകളുള്ള ഒരു സ്റ്റേഷനാണ് ഈ മണാലി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് മണാലി എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ശരിക്കും നമുക്ക് പറയാൻ പറ്റുക ഒരു ഹിമാലയത്തിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡിങ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹിമാലയത്തിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്, അതിൻ്റെ അടിയിൽ അതിനേലും ചെറിയ റേഞ്ചുകളുണ്ട്, അതിൻ്റെ അടിയിലേക്ക് വരുന്ന റേഞ്ചുകളെയാണ് നമ്മൾ ശിവാലിക് എന്ന് പറയുന്നത്. നിങ്ങളത് 8th-ലോ 9th-ലോ ഒക്കെ പഠിക്കുന്നുണ്ട് ജോഗ്രഫിയിൽ. സോ ഹിമാലയ, ഹിമാദ്രി, ശിവാലിക്. അപ്പോൾ ഈ ശിവാലിക് ഉള്ള സ്ഥലം, അല്ലെങ്കിൽ ശിവാലിക് അല്ല, ഈ ഹിമാദ്രി ഉള്ള സ്ഥലത്തിനെയാണ് നമ്മൾ ഈ മണാലി എന്ന് പറയുന്നത്. മണാലി എന്ന സ്ഥലത്ത് ഹിമാദ്രി മലനിരകളാണുള്ളത്. സോ അവിടെ എപ്പോഴും എന്ത് കാണാൻ പറ്റും നമുക്ക്, ബറഫ് എന്ന് പറഞ്ഞാൽ സ്നോ കാണാൻ പറ്റും. ഓക്കെ, മണാലി കാ മോസം ബഹുത് സുഹാഭവാൻ ഹെ. സുഹാഭവാൻ ഭയങ്കര സൂതിങ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മോസമാണ് എന്ന് പറയാണ്. ഓക്കെ, ചാരോ തരഫ് ठंडी हवा चल रही थी. ചുറ്റും എന്താണ്, തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയാണ് ചാരോ തരഫ് ബർഫ് ഹി ബർഫ് थी. ചുറ്റും നോക്കുകയാണെങ്കിൽ നല്ല കാറ്റുമുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല, അതാരാണത് ഉറങ്ങുന്ന കണ്ടോ? ഇല്ല, അപ്പുറത്തെ സ്ക്രീനിൽ 2nd റോ 4ാമത്തെ കുട്ടി അൽഹിന. മനപ്പൂർവ്വം കിടന്നു ചിരിച്ചൊക്കെയാണ് മനപ്പൂർവ്വം ഉറങ്ങട്ടെ, എന്നിട്ട് ടീച്ചറിനോട് മുഖം കഴുകാൻ പറയട്ടെ, അപ്പം ഞാനൊരു വട കഴിച്ചിട്ട് വരാം. അങ്ങനെയാണോ അൽഹിനെ? ഇല്ല, പഠിച്ചിരുന്ന ടിക്യൂട്ട് അല്ലെങ്കിൽ അപ്പോൾ ഇനി നോക്കിയേ, എന്നിട്ട് പറയാണ് ചുറ്റും എന്തായിരുന്നു, ബറഫ്, ഐസായിരുന്നു. ഹം ലോഗ് വഹാ പർ അച്ഛാ സമയം ബിതായ. ഞങ്ങൾ അവിടെ നല്ലൊരു ടൈമാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. വഹാ ബിതായെ ഹുവേ സമയം മേരെ ജീവൻ കാ സബ്സെ യാദ്ഗാർ സമയത്ത്. അവിടെ ചിലവാക്കിയ എല്ലാ നിമിഷങ്ങളും എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റും ഭയങ്കര ഓർത്ത് വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻസിഡൻറ്റും കൂടിയായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് വഹാ ബിതായെ ഹുവേ സമയം, നമ്മൾ പറഞ്ഞു വഹാ കീ സുന്ദരത ആജ് ബി മേരെ ദിൽ മേ ബസി ഹെ. അവിടെ കണ്ട ആ ഒരു ഭംഗി, ആ ഒരു കണ്ട ഭംഗി എന്താണ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. സുന്ദരത എന്ന് പറഞ്ഞാൽ ഭംഗി അല്ലെങ്കിൽ ബ്യൂട്ടി, ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നു, ഇപ്പോഴും ഞാൻ ഓർത്ത് വെക്കുന്നു എന്നുള്ള രീതിയിൽ പറയാണ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ പെഹചാനോ ലിഖെ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്പേഴ്സ് കൊടുക്കും. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യോ? അപ്പോൾ നമുക്കിനി നോക്കാം. പെഹചാനോ ലിഖെ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ 100 കണ്ടാൽ നമ്മൾ എന്ത് വിചാരിക്കണം, 100 ആണ്. 200 കണ്ടാലോ 200, 300 എന്ന് പറഞ്ഞാൽ 300. അപ്പോൾ എന്തായാലും ഈ 1 2 3 4 5 6 7 8 9 10 പഠിച്ച് വെക്കുക. പിന്നെ ഈ സോയിൻ്റെ സിമ്പിൾ കൃത്യമായിട്ട് പഠിച്ച് വെച്ചാൽ തകർപ്പനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ഡാറ്റ കാണിച്ചേ. മറ്റേ പാട്ട് ഓർത്താൽ മതി, 1 2 3. ആ പാട്ട് ഇട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും? കേട്ടിട്ടുണ്ടോ? ജാമ്പവാൻ്റെ പാട്ട് ഏതായിരുന്നു സാറ് കേട്ടിട്ടുണ്ടത്? അതന്നെ വലിയ കുഴപ്പമില്ല. കേട്ടിട്ടുണ്ടോ? കേട്ടവരൊക്കെ ഒന്ന് ചാറ്റ് കാണിച്ച്. കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് കാണിച്ച്. കേട്ടിട്ടുണ്ട്? അതുപോലെ പാട്ട് പോലെ 1 2 3 അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. 1 2 3 4 5 6 7 8 9 10 എന്ന് കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കണം. പിന്നെ സോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് സമാനാർത്ഥക് ശബ്ദ്. സമാനാർത്ഥക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സെയിം മീനിങ് ഉള്ള ശബ്ദത്തിനെയാണ് നമ്മൾ സമാനാർത്ഥക് എന്ന് പറയുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് സിനണിംസ് എന്നുള്ളൊരു പേര് ഇതിന് ഇംഗ്ലീഷിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ജംഗിളിൻ്റെ വേറൊരു പേരാണ് വനം. ഓക്കെ, ഇനി ഖാസ് അതായത് ഇമ്പോർട്ടൻറ്റ്, വിശേഷ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെയാണ്. ആദേശ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആദേശം കൊടുക്കുക അല്ലെങ്കിൽ സന്ദേശം കൊടുക്കുക. ഇവിടെ അടുത്ത പേരാണ് സന്ദേഹ്, അതായത്
ഇൻഫർമേഷൻസ് കൊടുക്കുക. ഓക്കെ, നിഹാർന, നിഹാർന എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുക, നല്ല അടിപൊളിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ദേഖന എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഖന എന്ന് പറഞ്ഞാൽ നോക്കുക അല്ലെങ്കിൽ നോക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, പാർ കർന അതായത് ക്രോസ് ചെയ്യുക. ഗുസാർന എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ക്രോസ് ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. ഇനി ലഗ്ബഗ്, ഓൾമോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാം. അതുപോലെ തന്നെ വേറൊരു വേർഡാണ് കരീബ്. ഓക്കെ, ഓൾമോസ്റ്റ്. ഓക്കെ, കുനാബ, കുനാബ എന്ന് പറഞ്ഞാൽ ഫാമിലി അല്ലെങ്കിൽ ഗ്യാങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, പരിവാർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഫാമിലി എന്ന് തന്നെയാണ് അർത്ഥം. യാനി എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കൂലേ, നമുക്ക് ശരിക്കും പ്രോപ്പർ മലയാളം ചോദിക്കണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അതാണ് നമ്മൾ മത്ലബ് എന്ന് പറയാം. യാനി എന്ന് വെച്ചാലും നമ്മൾ ചോദിക്കുമല്ലോ, എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ചോദിക്കും. അതാണ് നമ്മൾ ഹിന്ദി യൂസേജ് ആണ് യാനി എന്ന് പറയുന്ന ആ ഒരു വേർഡ്. ഇനി അടുത്തതാണ് ഇൻതസാർ, അതായത് കാത്തിരിപ്പ്, പ്രതീക്ഷ, കാത്തിരിപ്പ്. ഫർജ്, ഫർജ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി. ഓക്കെ, ദായിത്വ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? വർക്ക് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്, ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച് എല്ലാവരും. സമാനാർത്ഥക് ശബ്ദ ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ, ഇതെല്ലാവരും പഠിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ബഡീസ്, ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ, ഒന്ന് ടാറ്റ കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച് എല്ലാവരും. തകർത്ത ടാറ്റ കാണിച്ചിട്ട് യെസ്, പെർഫെക്റ്റ്, വെരി നൈസ്, വാവ്. ഓക്കെ, സോ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഇതായിരുന്നു കറുത്ത ഒരു സ്ക്രീൻ വരുന്നത്, പെട്ടെന്ന് ഞാനും പേടിച്ചു പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? സമാനാർത്ഥക് ശബ്ദി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹാത്തിയോ കി രഹ ഗുസറിൽ സമാനാർത്ഥക് ശബ്ദി എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. പഠിച്ചു പൊക്കോളൂ. സമാനാർത്ഥക്ക് കഴിഞ്ഞിട്ട് മുകളിലുള്ള ഇത് പഠിക്കാൻ ഞാൻ കുറേ സമയം തരൂല, 5 മിനിറ്റ് തരുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ചോദിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനായ ഈ ഒരു നമ്പേഴ്സും ഞാൻ ചോദിക്കും. ഇത് ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ പഠിക്കാൻ 5 മിനിറ്റ്. ഓക്കെ, സോ പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോളൂ. അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാം കേട്ടോ. അയ്യോ സോറി, ന്യൂസ് എന്നോട് ദേഷ്യം തോന്നരുത്. ഓക്കെ, നാളെ നിങ്ങൾക്ക് ഈവനിങ് ക്ലാസ് ഇല്ല. ഓക്കെ, സന്തോഷമായോ? നാളെ ഈവനിങ് ക്ലാസ് ഇല്ല, പക്ഷേ നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ട്. യെസ്, മോർണിംഗ് ക്ലാസ് ഉണ്ട്. ഇതിങ്ങനെ